Hi everyone, welcome back to another episode of NISHANA'S recipe notes. ഇന്നത്തെ റെസിപ്പി ഒരു മധുരമുള്ള കിച്ചടിയുടെ റെസിപ്പിയാണ്. ബിരിയാണി അരിയും ചെറുപയർ പരിപ്പും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു മധുരമുള്ള കിച്ചടി. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് ബിരിയാണി റൈസ്, അതേ അളവിൽ തന്നെ 1/2 കപ്പ് ചെറുപയർ പരിപ്പ്. ഈ രണ്ട് ഇൻഗ്രീഡിയൻസും നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്യാനായിട്ട് നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രഷർ കുക്കറിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ചേർക്കണം. അതിനേക്കാളും ഒരു 1/4 കപ്പ് കൂടെ കൂടിയാലും കുഴപ്പമില്ല. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ഒരു വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വയ്ക്കാം. ശേഷം നമുക്ക് സ്റ്റൗ ടേൺ ഓഫ് ചെയ്യാം. കുക്കറിൻ്റെ പ്രഷർ ഒന്ന് റിലീസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ട തേങ്ങാപ്പാൽ കൂടെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. അരച്ചു വെച്ച തേങ്ങ ഒരു അരിപ്പയിലൂടെ നമുക്ക് അരിച്ചെടുക്കാം. നമുക്ക് തേങ്ങാപ്പാലിന് പകരം പശുവും പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ തേങ്ങാപ്പാൽ ഏകദേശം 1 കപ്പിന് മുകളിൽ വരും. ഇത് നമുക്ക് നമ്മുടെ കിച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി അരിയും ചെറുപയർ പരിപ്പൊക്കെ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു ശകലം കൂടെ വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇതൊന്ന് ബോയിൽ ചെയ്യാം. ഒരുപാട് സമയം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു തിള വരുന്ന സമയത്ത് തന്നെ നമുക്ക് സ്റ്റൗ ടേൺ ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിച്ചടി തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇതിനേക്കാളും ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. നമുക്ക് സ്പൂൺ കൊണ്ടൊക്കെ കോരി കഴിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാണ് നമ്മുടെ കിച്ചടി ഉണ്ടാവുക. ഇനി നമ്മുടെ കിച്ചടി ഒന്ന് സീസൺ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കാഷ്യൂ നട്ട്സും റേസിൻസും ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സും റേസിൻസും ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ സ്റ്റൗ ടേൺ ഓഫ് ചെയ്യാം. വറുത്ത് വച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും റേസിൻസും ഈ നെയ്യോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ കിച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർക്കും അവരവരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാരയൊക്കെ അതിലേക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡായി വരുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഈ ഒരു കിച്ചടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.